ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ വീഡിയോ അല്ല. അതേപോലെ തന്നെ ആൻസർ കീ ഏതാണെന്ന് പറയുന്ന വീഡിയോവുമല്ല. ഓൾറെഡി നമ്മുടെ PSC പ്രൊവിഷണൽ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ. ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാ ഫോഴ്സ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ടെലിഗ്രാമിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും എല്ലാം അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എക്സാമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതേപോലെ തന്നെ എത്ര മാർക്ക് കിട്ടിയവർ? ഒരു സേഫ് സ്കോർ അല്ലേ? കട്ട് ഓഫ് പ്രഡിക്ഷൻ ചെയ്യാൻ നമുക്ക് ഓൾറെഡി 2 എക്സാം കഴിയണം. നമുക്കറിയാം ഡിഗ്രി പ്രിലിംസ് 2 ഫേസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ 2 ഫേസ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ കട്ട് ഓഫ് ഒക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണ് ഡിഫിക്കൽട്ട് ഫേസ്? ഏതാണ് ഈസി ഫേസ്? അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രത്തോളം ഉണ്ട്? അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് മാത്രമേ വേക്കൻസി ഒക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് കട്ട് ഓഫ് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എത്ര മാർക്ക് കിട്ടിയവർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന് പ്രിപ്പയർ ചെയ്യണം? എത്ര മാർക്ക് കിട്ടിയവർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ മെയിൻസ് പ്രിപ്പയർ ചെയ്യണം? സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ വാസ് ഡിഫിക്കൽട്ട്, വെരി ഡിഫിക്കൽട്ട്. ഒരുപാട് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇറ്റ് വാസ് വെരി ഡിസ്ക്രിപ്റ്റീവ്. അല്ല, ഒരു മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടൊന്നും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ്. ഇറ്റ് വാസ് വെരി ലെങ്തി ക്വസ്റ്റ്യൻ പേപ്പർ. അല്ല, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഇറ്റ് വാസ് വെരി തിക്ക്. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ആലോചിക്കണം. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ആലോചിക്കേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ രീതിയിലും. ചില ടോപ്പിക്കുകൾ പൊളിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി ജോഗ്രഫി ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫാക്റ്റുകൾ ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെരി ടൈം കൺസ്യൂമിങ്, വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ബട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരാണോ അല്ലെ അധികം നെഗറ്റീവ് ഒന്നും വരുത്താതെ, നല്ല മഴയാണ് കേട്ടോ പുറത്ത്. സോ സൗണ്ടിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സോറി പറയാണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരാണോ നെഗറ്റീവ് മാക്സിമം കുറച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്, മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് ആരാണോ ഈ ഒരു എക്സാമിന് ഫെച്ച് ചെയ്തിട്ടുള്ളത്, അവർ ഡെഫിനറ്റ്ലി പ്രിലിംസ് ക്രാക്ക് ചെയ്യും. ഓൾറെഡി ഞാൻ പറയാറുണ്ട്, പ്രിലിംസ് ക്രാക്ക് ചെയ്യേണ്ട ഒരു ഷോർട്ട് കട്ടാണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. സോ നമുക്ക് ഫസ്റ്റ് മലയാളം, ഇംഗ്ലീഷ്, മാത്സിന്റെ കേസ് എടുക്കാം. മലയാളം സാധാരണ രീതിയിൽ ചോദിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും ഞാൻ പറയില്ല. മലയാളം വാസ് ഡിഫിക്കൽട്ട്. എന്നാലും ചില ടോപ്പിക്കുകളല്ല, ചില ക്വസ്റ്റ്യൻസ് അല്ലേ, സ്ത്രീലിംഗ രൂപം, പിരിച്ച് കൂട്ടിയെഴുത്ത്, അതേപോലെ തന്നെ 100th ക്വസ്റ്റ്യൻ, അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 5 മാർക്കൊക്കെ നമുക്ക് മലയാളം പേപ്പറിൽ സ്കോർ ചെയ്യാൻ പറ്റും. മലയാളം ടോപ്പിക്കിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തവർ ഉണ്ടാവാം. ഓക്കെ, 10ൽ 10 സ്കോർ ചെയ്തവരുണ്ടാവാം. മലയാളത്തിൽ പുലികളായിട്ടുള്ളവരുണ്ടാവാം. ബട്ട് ഓൾമോസ്റ്റ് ഒരു ആവറേജ് ആയിട്ട് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് 5 മാർക്ക്, 6 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും മലയാളത്തിൽ. അത്ര എളുപ്പമൊന്നും ഞാൻ പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റ് OA പോലെ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ എക്സൈസിന്റെ സിവിൽ എക്സൈസ് ഓഫീസർ പോലെ അത്ര എളുപ്പമല്ല. ഇംഗ്ലീഷിന്റെ കേസ് എടുക്കുകയാണെങ്കിലും ഇറ്റ് സീംസ് ടു ബി വെരി ഈസി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എളുപ്പമായി തോന്നുമെങ്കിലും ഇംഗ്ലീഷ് ഇറ്റ്സ് ഓൾസോ വെരി ഡിഫിക്കൽട്ട്. വെരി ഡിഫിക്കൽട്ട് എന്ന് ഞാൻ പറയുന്നില്ല, ഇറ്റ് ഈസ് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട്. നമ്മൾ ശരിയാണെന്ന് എക്സാമിനേഷൻ ഹാളിൽ മാർക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ, വീട്ടിൽ വന്ന് പ്രൊഫഷണൽ നോക്കുമ്പോഴാണ് തെറ്റ് മനസ്സിലാവുക, അല്ലേ? ആ രീതിയിലായിരിക്കും ഇംഗ്ലീഷ് ഉണ്ടാവുക. ഹൗവർ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിൽ 5 മാർക്ക്, ഇംഗ്ലീഷിൽ ഒരു 12 മാർക്കൊക്കെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നെഗറ്റീവ്സ് ഒന്നും ഇല്ലാതെ അറിയുന്നത് മാത്രം മാർക്ക് ചെയ്ത് വരുന്നവനാണെങ്കിൽ 12 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഇനി മാത്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, ലെറ്റ് ഇറ്റ് മൂവ്. മാത്സിന്റെ കേസ് എടുക്കുകയാണെങ്കിലും ചില ക്വസ്റ്റ്യൻസ് വെരി ഡിഫിക്കൽട്ട് ആണ്. കാണുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അല്ലേ വളരെ എളുപ്പമായി തോന്നുമെങ്കിലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഫിക്കൽട്ട് ആണ്, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ടൈം കൺസ്യൂമിംഗ് ആണ്. 20ൽ 20 ഒക്കെ സ്കോർ ചെയ്തവരുണ്ടാവും. എന്നിരുന്നാലും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. 20ൽ 20 ഒക്കെ സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. കാരണം നമുക്ക് സമയമില്ല.
അല്ലേ? 1 മണിക്കൂർ 15 മിനിറ്റേ നമുക്ക് പ്രിലിംസിനുള്ളൂ. മെയിൻസ് അല്ല. നമുക്ക് യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെയുണ്ട്. അത്രയും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. സോ, ഈ പറഞ്ഞ പോലെ മാത്സിനും ഒരു 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 പഠിച്ചൊരു കുട്ടി നല്ല രീതിയില് നോക്കുകയാണെങ്കിൽ, നല്ല രീതിയില് പിക്ക് ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ, ദിസ് ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ടൈം കൺസ്യൂമിംഗ് ആണ് കേട്ടോ 63rd ഒക്കെ. അതൊക്കെ നമ്മൾ നമ്പർ ഇട്ട് നോക്കണം. നമ്പർ ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോഴേക്കും ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് 63, 62 ഒക്കെ യുപിഎസ്സിയുടെ സിസാറ്റിൽ കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നിരുന്നാലും വൺ ക്യാൻ സ്കോർ 12 മാർക്സ്. ഒരു 12, 13 മാർക്സ് ഒക്കെ മാത്സിലും സ്കോർ ചെയ്യാൻ പറ്റും. സോ ഡെഫിനിറ്റ്ലി ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്നുള്ള ഈ ഏരിയയിൽ ഫ്രം 50ൽ ഒരു സ്റ്റുഡന്റിന് 25 to 30 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 25 ഒക്കെ പോസിബിൾ ആണ്. 25, 27 ആ രീതിയിലൊക്കെ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് സ്കോർ. നല്ല രീതിയിലുള്ള സ്കോറാണ്. ഇനി നമ്മൾ ജികെയുടെ കാര്യം പറയുകയാണെങ്കിൽ പൊളിറ്റി ഡയറക്റ്റ് ആയിട്ടുള്ള, ഞാൻ മൊത്തത്തിൽ ഒറ്റയടിക്ക് പറയാണ് കേട്ടോ. പൊളിറ്റി ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ഞാനാണ് പൊളിറ്റി പഠിപ്പിക്കുന്നത് ലാഫോസയിൽ. പൊളിറ്റി വാസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 17. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആന്റി ഡിഫിക്ഷൻ ലോ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഏത്, അങ്ങനെയുള്ള ഇറ്റ്സ് വാസ് വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പൊളിറ്റിയിൽ ചോദിച്ചിട്ടില്ല. ഇനി എക്കണോമിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ എക്കണോമിക്സും ഞാനാണ് പഠിപ്പിക്കുന്നത്. എക്കണോമിക്സ്, പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് ഞാനാണ് പഠിപ്പിക്കുന്നത് ലാഫോഴ്സിൽ. സ്റ്റുഡൻസിന് അറിയായിരിക്കും, കുറെ പേർക്ക് അറിയായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടിയും ആഴത്തിൽ പറയാൻ പറ്റും. എക്കണോമിക്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻസ്, ഓക്കെ, 2 ക്വസ്റ്റ്യൻ വാസ് ഡിഫിക്കൽട്ട്. ബട്ട് നമ്മൾ കുറച്ചൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ 19th ക്വസ്റ്റ്യനും ഈ 20th ക്വസ്റ്റ്യനും ഒക്കെ എളുപ്പമാണ് നല്ല രീതിയിൽ പഠിച്ച്. ഇതിപ്പോൾ ഞാൻ എക്കണോമിക്സ് പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നും ക്വസ്റ്റ്യൻസ്. ബട്ട് ആക്ച്വലി ഈ 19th ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ആലോചിക്കണം. ബഡ്ജറ്റുമായി, റവന്യൂ ആയിട്ട്, നോൺ ടാക്സ് റവന്യൂ, ടാക്സസ് കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരുപാട് സമയം എടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് 19th ക്വസ്റ്റ്യൻ. 20th ക്വസ്റ്റ്യനും അതേപോലെ തന്നെ അപ് ടു 5ൽ യു ക്യാൻ സ്കോർ ഒരു 2-3 മാർക്കൊക്കെ എക്കണോമിക്സിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. നീതി ആയോഗൊക്കെ സ്ഥിരമായി PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കൊണ്ടുപോയി വെക്കാമെങ്കിലും യെസ്, കറണ്ട് അഫയേഴ്സിൽ അത് ഡിഫിക്കൽട്ട് ആയിരുന്നു. അത് കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നു കേട്ടോ, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. സോ കറണ്ട് അഫയേഴ്സും ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഒന്നും നമുക്ക് പേപ്പറിൽ ചകഞ്ഞെടുക്കാൻ പറ്റൂലെങ്കിലും പൊതുവെ പ്രിലിംസിന് കുറവായിരിക്കുമല്ലോ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, സബ്ജക്റ്റുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് സ്പെസിഫിക് കൗണ്ട് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് കറണ്ട് അഫയേഴ്സ്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, ഏറ്റവും ഡിഫിക്കൽട്ട് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം സയൻസ് ആൻഡ് ടെക്നോളജി തന്നെയാണ്. ഇതിലെ ചോദ്യങ്ങളൊക്കെ വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ സ്റ്റേറ്റ്, അതേപോലെ തന്നെ ഈ 46th, 47, 48th ക്വസ്റ്റ്യൻ, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓൾറെഡി പറഞ്ഞല്ലോ. അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ ബേസിസ് ഓഫ് കമ്പ്യൂട്ടറിന്റെ കേസ് പറയുകയാണെങ്കിലും ലെങ്തി ആണ്, ബട്ട് സോൾവബിൾ ആണ്. നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോൾവബിൾ ആണ്. ഒരു 3 മാർക്സ് ഒക്കെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഏതാണ് ഗൂഗിൾ ഈ പറഞ്ഞ പോലെ ഏതൊക്കെ വഴി നമുക്ക് ഈ വീഡിയോ മീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ കോമൺലി നമുക്ക് ഓൺലൈൻ ഹറാസ്മെന്റ് മോസ്റ്റ്ലി ആക്യുറലി 43, 44, 45th ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ലോജിക്ക് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. യെസ്, ഇറ്റ് വാസ് ലെങ്തി. ഹിസ്റ്ററിയുടെ കേസ് പറയുകയാണെങ്കിൽ ഹിസ്റ്ററി നമ്മൾ പണ്ട് PSC ഡോക്ടർ പൾപ്പു, ഈ പറഞ്ഞ പോലെ റിനൈസൻസ് ലീഡേഴ്സ് പ്ലസ് ദെയർ ഓർഗനൈസേഷൻ, ദെയർ വർക്ക്സ് ആൻഡ് റിലേറ്റഡ് തിങ്സ്. ഇറ്റ് വാസ് ലെങ്തി ബട്ട് സോൾവബിൾ ആണ്. അതേപോലെ തന്നെ മോഡേൺ ഹിസ്റ്ററി 1857 റിവോൾട്ട് ചോദിച്ചിട്ടുണ്ട്, നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ സോൾവബിൾ ആണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരാണോ പരമാവധി നെഗറ്റീവ്സ് കുറച്ച്, ഓക്കെ, വേണ്ടത് മാത്രം പിക്ക് ചെയ്ത്, അറിയുന്നത് മാത്രം പിക്ക് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ റീഡ് ചെയ്തവരുണ്ടാവുമല്ലോ. 100 ക്വസ്റ്റ്യനും കണ്ട് മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ ആദ്യം ചെയ്തു. നമ്മൾ പറയാറുണ്ടല്ലോ, ഡിഫിക്കൽട്ട് ഫേസ് ഒക്കെ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ കുറച്ച് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം എന്നൊക്കെ സ്റ്റുഡൻസിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് കം ടു ദ പോയിന്റ്. നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം.
ആസ് പെർ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ബേസ്ഡ് ഓൺ ഫാക്ട് ആൻഡ് ഡാറ്റാസ്, കട്ട് ഓഫ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇനി ഡിലീഷൻസ് വരാനുണ്ട്. ഡിലീഷൻസ് എന്തായാലും ഉണ്ടാവാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി കൂടുമ്പോൾ ഡിലീഷൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. അതേപോലെ തന്നെ സെക്കൻഡ് ഫേസ് ഇനി നടക്കാനുണ്ട്. സെക്കൻഡ് ഫേസ് നടന്നാൽ മാത്രമേ നമുക്ക് പറഞ്ഞു ഞാൻ ഓൾറെഡി ഫസ്റ്റ് തന്നെ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒരു സേഫ് സ്കോർ അക്കോർഡിംഗ് ടു മീ, ഓക്കെ, ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത് 43നും, ഓക്കെ, 43നും 46നും. ആൻഡ് ദിസ് ഈസ് ബേസ്ഡ് ഓൺ ഫൈനൽ ആൻസർ കീ. ഓക്കെ, പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ടല്ല, അതേപോലെ തന്നെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആൻസർ കീ വെച്ചിട്ടല്ല, ഫൈനൽ ആൻസർ കീ വെച്ചിട്ട്. ഓക്കെ, ഫൈനൽ ആൻസർ കീ വെച്ചിട്ട്. ഫൈനൽ ആൻസർ കീ വെച്ചിട്ട് ഇഫ് യു ആർ സ്കോറിംഗ് ബിറ്റ്വീൻ 43 to 46, you can definitely prepare for Secretariat Assistant Mains. നല്ല സ്കോറാണ്. 45 മാർക്സ് ഒക്കെ ഈ പേപ്പർ വെച്ചിട്ട് വളരെ നല്ല മാർക്കാണ്, വളരെ നല്ല സ്കോറാണ്. യാ, അതേപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇനി നമുക്ക് അടുത്ത ഫേസ് വരാനുണ്ട്. അടുത്ത ഫേസ് എളുപ്പമാകുമ്പോൾ അത് ഇതിനെ എത്രത്തോളം ബാധിക്കും. അല്ല, നമുക്കറിയാം പി എസ് സിയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. 2-3 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം. സോ നമ്മൾ സെക്കൻഡ് ഫേസ് എക്സാം പേപ്പർ നോക്കണം. അത് എത്ര എളുപ്പമാണ്, അത് എത്ര ഡിഫിക്കൽട്ട് ആണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 45 മാർക്സ്, ഓക്കെ, ഇപ്പം ഫൈനൽ ആൻസർ കീ പ്രകാരം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്നിരുന്നാലും ഒരു പ്രൊഫഷണൽ ആൻസർ കീ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഡിലീഷൻസ് കൂടുമ്പോൾ നമ്മുടെ ലെക്കാണ് അവിടെ, നമ്മുടെ ലെക്ക് ഒരു ഫാക്ടറാണ് അല്ലേ. അതും നിങ്ങൾക്കറിയാം. ഡിലീഷൻസ് നല്ലതുപോലെ കൂടുമ്പോൾ നമുക്ക് ലെക്ക്, അല്ല, ചില സമയത്ത് നമ്മുടെ മാർക്ക് കൂടും, ചില സമയത്ത് നമ്മുടെ മാർക്ക് കുറയും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിലീഷൻസ്. നമ്മളെങ്ങനെ, അല്ല, അത് പ്യുവർലി ലെക്കാണ്, നമുക്കറിയാം. സോ എന്നിരുന്നാലും ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്കൊരു 45 മാർക്സ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന് പ്രിപ്പയർ ചെയ്യണം. ഇനി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ പേര് എസ് ഐക്ക് മാത്രം നോക്കുന്നവരുണ്ടല്ലോ. അങ്ങനെയുള്ളവർ ഒരു 5 മാർക്സ് കുറച്ചോ, -5. ബിക്കോസ് ഫിസിക്കൽ ടെസ്റ്റുള്ള ഒരു എക്സാം ആയിരിക്കും. നമുക്കറിയാം എസ് ഐയുടെ കേസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഒരു 5 മാർക്സ് കുറച്ചോ. എസ് ഐയുടെ കേസിൽ ഐ തിങ്ക് ഒരു 39, 40 ഒക്കെ നിങ്ങൾക്ക് ഫൈനലൈസ്ഡ് ആൻസർ കീ പ്രകാരം കിട്ടുകയാണെങ്കിൽ, കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഇൻടേക്ക് വരികയാണെങ്കിൽ, മെയിൻസിനൊക്കെ 18,000, 20,000 കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അത്രയും ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ കുറച്ച് കുറയാനേ സാധ്യതയുള്ളൂ. പ്രിലിംസിന്റെ ക്വാളിഫിക്കേഷൻ ആണല്ലോ. അവരൊക്കെ മെയിൻസിൽ കുറച്ച് കൂട്ടിയാൽ മതിയല്ലോ കട്ട് ഓഫ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇഫ് യു ആർ സ്കോറിംഗ് ബിറ്റ്വീൻ 40 മാർക്സ് നിങ്ങൾ എസ് ഐക്ക് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ 45 മാർക്സിൻ്റെ അടുത്തൊക്കെയാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിനും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ബ്രേക്ക് എടുക്കുക, ദെൻ പ്രിപ്പയർ ഫോർ ദി എക്സാം. അതേപോലെ തന്നെ 50 മാർക്സ് 50+ കിട്ടിയവരെല്ലാവരും, ഓക്കെ, പ്രൊഫഷണൽ വെച്ചിട്ട് 50+, 55+ കിട്ടിയവരെല്ലാവരും ഡെഫിനറ്റ്ലി നിങ്ങൾ എസ് ഐയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്വാളിഫൈ ചെയ്യും. നിങ്ങൾ ഡെഫിനറ്റ്ലി എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഒരു സംശയവും വിചാരിക്കേണ്ട. സോ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ പറയാം. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ലാ ഫോഴ്സ. ഓക്കെ, നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാ ഫോഴ്സ എന്നുള്ള ചാനൽ ജോയിൻ ചെയ്യാം. സോ വി ആർ ഓൾസോ പ്രൊവൈഡിങ് ദർ പെയ്ഡ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, എക്കണോമിക്സും പൊളിറ്റിയും ഒക്കെ ഞാൻ പഠിപ്പിച്ചത് തന്നെയാണ് കേട്ടോ, ഞാൻ പ്രൊമോട്ട് ചെയ്യുകയല്ല. എവറിത്തിങ് ഐ വിൽ പുട്ട് ദ പ്രൂഫ് ഇൻ ദ ചാനൽ. ഓക്കെ, ഞാൻ ചാനലിൽ പ്രൂഫ് ഇടാം. എല്ലാം നമ്മൾ പഠിപ്പിച്ചു തന്നെയാണ്. 5 ക്വസ്റ്റ്യനും പഠിപ്പിച്ചതാണ്. സോ ഇതിൽ ജോയിൻ ചെയ്യുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്. നല്ല മഴയാണ്, സേഫ് ആയിട്ട് ഇരിക്കുക.